ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് പഞ്ചസാര, പിന്നെ അതുപോലെ 2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം കുറച്ച് പാൽ ഒഴിച്ചുകൊണ്ട് ഈ അരിപ്പൊടിയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി എന്താ പറയുക, കട്ട പിടിക്കാതിരിക്കാനാണ് ആദ്യം തന്നെ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മിക്സായി എല്ലാം നന്നായിട്ട് കട്ടൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ബാക്കി പാലും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയാണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആണല്ലോ, അപ്പം കുട്ടികൾക്കായാലും നമുക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ മധുരം പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം അര കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി മധുരം അതിലേറെ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ അരിപ്പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ, വെന്ത് വരുമ്പോൾ ഇതൊന്ന് കുറുകി ഒരു കസ്റ്റാർഡ് പോലെ ആയിട്ട് വരും കേട്ടോ. അതുപോലെയാണ് ആയിട്ട് വരിക. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വാനില എസൻസ് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ബൗളിലേക്ക് അത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു അടപ്പുള്ള മൂടി കൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇതെടുക്കുന്നത് കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ഒന്നുമല്ല, അതായത് ചെറിയ ബൗളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി ഇതിപ്പോൾ ഞാൻ കുറച്ചൊരു വലിയൊരു ഇതിലാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് അല്ല, പക്ഷേ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അത് നമ്മൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊണ്ട് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടും. എന്നിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ പിന്നെയും വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചാണ്ട് ഫ്രിഡ്ജിൽ ഒരു 8 മണിക്കൂർ വെക്കണം കേട്ടോ. 8 മണിക്കൂർ വെച്ചതിന് ശേഷം ഇപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് എടുത്തു നോക്കുകയാണ്. അപ്പോൾ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഞാൻ സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലിന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.